ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇന്ധനക്ഷാമം നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടുമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നഗരപ്രദേശങ്ങളിൽ 26ാമത്തെ ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 46ാമത്തെ ദിവസവും മാത്രമേ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കൃത്യമായിട്ട് ഏജന്റുമാര് ഗ്യാസ് കണക്ട് ചെയ്ത് നൽകണമെന്നതാണ് റൂള്. അതുമാത്രമല്ല, ഇന്ധനം ഡെലിവറി ചെയ്യുന്ന സമയത്തിന് മുൻപ് തന്നെ വെയിനിങ് മെഷീനിൽ ഇതിന്റെ തൂക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോക്താവ് കണ്ടു ബോധ്യപ്പെടേണ്ടതാണ്. 14.2 കിലോഗ്രാം ഇന്ധനം ഇതിലുണ്ടാവണം. MD ഗ്യാസ് സിലിണ്ടർ 15.5 കിലോഗ്രാം, മൊത്തത്തിൽ 29.7 കിലോഗ്രാമോളം ഭാരം ഗ്യാസ് സിലിണ്ടറുകൾക്ക് ഉണ്ടാവാം. എക്സ്പയറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ABCD എന്നീ 4 രീതിയിൽ ഇത് തിരിച്ചിട്ടുണ്ട്. A എന്ന് പറയുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. B എന്ന് പറയുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ. അതിനുശേഷം വരുന്ന 2 അക്കങ്ങൾ എക്സ്പയറി ആകുന്ന ഇയറിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി A 29 എന്നാണെങ്കിൽ മാർച്ച് മാസം 2029 എക്സ്പയറി ആകും എന്നാണ്. B 26 എന്നാണെങ്കിൽ ജൂൺ 2026 എക്സ്പയറി ആകും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ ചെക്ക് ചെയ്ത് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ ക്ഷേമനിധി പെൻഷനുകൾ ഇപ്പോൾ 2 മാസത്തെ ഒരുമിച്ച് വിതരണം ചെയ്തിരുന്നു. മാർച്ച് മാസം 30, 31 തീയതികളിൽ 2 ഗഡുക്കളാണ് വിതരണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ഏപ്രിൽ മാസം ധനസഹായം ഉണ്ടായിരിക്കുന്നതല്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ തുക 3000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കും എന്നാണ് മുന്നണികൾ പ്രഖ്യാപനം ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ബഡ്ജറ്റ് ഒന്നുകൂടെ അവതരിപ്പിക്കുന്നതായിരിക്കും. അതിലായിരിക്കും നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 2 മാസത്തെ റേഷൻ ഒരുമിച്ച് വാങ്ങുവാനുള്ള അവസരം സർക്കാർ ഒരുക്കി തരുന്നുണ്ട്. സപ്ലൈകോയിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിഷു കിറ്റ് 1250 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 1001 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ സപ്ലൈകോ വഴി ലഭിക്കുന്നതാണ്. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.